ഞാൻ എൻ്റെ പെറ്റിനെയും കൊണ്ട് നഖം കട്ട് ചെയ്യാനൊന്ന് പോയപ്പം കണ്ടൊരു ഫോട്ടോയാണ്, ഒരു കാഴ്ചയാണ്. അവിടെ ആ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി ജർമ്മൻ ഷെപ്പേർഡ് കുഞ്ഞായി കാണുന്നത്. അതിനെ ഒരാൾ മേടിച്ചുകൊണ്ട് പോയി, 1 മാസമുള്ളപ്പോൾ മേടിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പോൾ അതിന് 3 മാസം പ്രായമുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയി 1.5 മാസം കഴിഞ്ഞപ്പം, 2 മാസം ഏകദേശം ആകാറായപ്പം, അടുത്തുള്ള ഏതോ ഒരു നെയ്ബർ, ഇതിനെ മേടിച്ചുകൊണ്ട് പോയ ഓണറിൻ്റെ അടുത്തൊരു നെയ്ബറ് ഇനി ഏതോ ഫുഡിനകത്ത് വിഷം കൊടുത്തു. അവരെ ഈ കുഞ്ഞിന് വയ്യാതെ വന്നപ്പം അതിനടുത്തുള്ള മൃഗാശുപത്രിയിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അതിൻ്റെ ലിവറും കിഡ്നിയും ഒക്കെ വളരെ 85% ഫെയിലാണ്. അത് 2-3 ദിവസം കൊണ്ട് ജീവിച്ചിരിക്കത്തുള്ളൂ, അത് ചത്തുപോകുമെന്ന് പറഞ്ഞു. ആ വാങ്ങിച്ച മനുഷ്യൻ, അതിനെ പൊന്നുപോലെ വളർത്തുന്ന മനുഷ്യൻ, അതിൻ്റെ മരണം കാണാൻ പറ്റാത്തതുകൊണ്ട് അതിനെ മേടിച്ച കടയിൽ തിരിച്ചു കൊണ്ട് കൊടുത്തു. ആ കടക്കാരൻ എന്തോ ഇതെന്ന് ചോദിച്ചാൽ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ അത് തന്നെ പറഞ്ഞു. പിന്നെ എന്തോ നാട്ടുവൈദ്യമൊക്കെ കൊടുത്ത് ഇന്ന് 22 ദിവസം കൂടെ ജീവിച്ചിരിപ്പുണ്ട്. എന്തോ ഒരു കഷ്ടമാണെന്ന് വെച്ച് നോക്കി. ഒരു കുഞ്ഞ് പട്ടിക്കുട്ടിയോടെ ഒരു ലോകം ചെയ്തൊരു ഒരു ക്രൂരത കണ്ടോ. പിന്നെ നമ്മുടെ കേരളത്തിൽ സ്വന്തം അപ്പനെയും അമ്മയും വെട്ടിക്കൊല്ലുന്നൊരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടൊരു പട്ടിക്കുഞ്ഞോട് കാണിച്ച ക്രൂരത അത്ര വലുതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും നമ്മളെപ്പോലുള്ളവർക്ക് ഇത് വലിയൊരു പ്രയാസമായിട്ട് തോന്നി. എനിക്ക് വലിയ വിഷമം തോന്നുന്നു കണ്ടിട്ട്. ആ കുഞ്ഞ് കഷ്ടം, അതെന്ത് ചെയ്തിട്ടല്ലേ? അതിന് വിഷം കൊടുക്കാൻ മാത്രം എന്ത് ക്രൂര മനുഷ്യരായിരിക്കും അതിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ അതിലൊക്കെ താമസിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യന് കൊടുക്കാനും പേടി കാണത്തില്ലല്ലോ. എന്തൊരു ലോകമാണ് അപ്പോൾ ഇത്. കഷ്ടം തന്നെ, കഷ്ടം, വളരെ വിഷമമുണ്ട്. കേരളമേ, ഇനിയെങ്കിലും ഇങ്ങനെ മിണ്ടാപ്രാണികളോട് ഇത്ര ക്രൂരത കാണിക്കാതിരിക്കുക. ഇതുങ്ങൾ എന്ത് പഴിച്ചിട്ടാണല്ലേ, പാവം.